ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ കാണുന്ന മത്തിമുട്ട വരട്ടിയത് പലഞ്ഞീൻ വരട്ടിയതിൻ്റെ വീഡിയോ ആയിട്ട് കേട്ടോ. അപ്പം ഇന്ന് ഞങ്ങൾക്ക് കുറച്ചധികം തന്നെ മത്തിമുട്ട കിട്ടിയിട്ടുണ്ട്. ഇപ്പം മത്തിമുട്ടയുടെ സീസണാണെന്ന് തോന്നുന്നു. മത്തികളിലൊക്കെ നല്ല മുട്ടയാട്ടോ കിട്ടുന്നത്. എനിക്കാണെങ്കിൽ മത്തിയുടെ മുട്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ മത്തിയുടെ കൂടെ വറുത്തെടുക്കലാണ്. പക്ഷേ ഇന്ന് കുറച്ചധികം കിട്ടിയത് കൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് സവാളയും തക്കാളിയൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് വരട്ടിയെടുക്കാമെന്ന്. ഞാനിതിലധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നും ചേർക്കുന്നില്ല. നമ്മുടെ സാധാ ഒരു പെട്ടെന്നൊന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മത്തിമുട്ട വരട്ടിയായിട്ട് ഞാനിന്ന് ഉണ്ടാക്കാൻ വന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയ മത്തിമുട്ടയിലോട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഒരു 5-10 മിനിറ്റ് നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇത് നന്നായിട്ട് പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട 2 സവാള, 1 തക്കാളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതൊക്കെ പെട്ടെന്ന് അരിഞ്ഞു വരാം. അപ്പോൾ അതാ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗ്യാസിലോട്ട് നമുക്ക് പാൻ ഒന്ന് വെക്കാം. പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല തേങ്ങ നമ്മുടെ വെളിച്ചെണ്ണ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാള നമ്മുടെ പാനിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സവാള നന്നായിട്ട് വഴറ്റി കുറച്ചൊരു മൂപ്പ് വരുമ്പോൾ നമുക്കിതിലോട്ട് നമ്മുടെ പച്ചമുളകും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു കുറച്ചൊന്ന് കളറൊക്കെ മാറ്റി കിട്ടണം കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളയുടെ കളർ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഓൾറെഡി ഞാൻ മത്തിയുടെ മുട്ടയിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിതിൽ കുറച്ച് ഉപ്പായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് ഉടയുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് സിമ്പിൾ റെസിപ്പി ആട്ടോ, പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നത്. അധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നും ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതാ നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ ഞാൻ ഇതിലോട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച നമ്മുടെ മത്തിമുട്ട ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അധികം പണിയൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ മത്തിമുട്ട നമ്മളുണ്ടാക്കിയ മസാലയിലോട്ട് ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാം. നന്നായി ഇളക്കാതിരിക്കുക കേട്ടോ. മത്തിമുട്ട ഉടഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ സ്വാദൊക്കെ പോവും. അതുകൊണ്ട് നമുക്ക് മെല്ലെ ഇളക്കി കൊടുക്കാം കേട്ടോ. പൊടിയാത്ത പോലെ മത്തിമുട്ട ഒടിയാത്ത പോലെ നമുക്കൊന്ന് മിക്സായി കൊടുക്കാം. അതിനുശേഷം ഞാനൊരു അടപ്പ് ഉപയോഗിച്ച് നമുക്കിതൊന്ന് മൂടിക്കൊടുക്കാം. ഒരു 5-10 മിനിറ്റ് നമുക്കിത് വേവിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ല മണം വന്നപ്പോൾ ഞാൻ നമ്മുടെ അടുപ്പൊന്ന് തുറന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മത്തിമുട്ടയുടെ വേവൊക്കെ ശരിയായി വന്നിട്ടുണ്ട്. മത്തിമുട്ട നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല മണം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ മത്തിമുട്ട വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ സിമ്പിൾ റെസിപ്പി ഉപയോഗിച്ച് സിമ്പിളായിട്ടാട്ടോ ഇത് ഉണ്ടാക്കിയത്. അധികം ടൈമൊന്നുമില്ല. ഒരു 10 മിനിറ്റ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മത്തിമുട്ട വരട്ടിയതാട്ടോ. നല്ല ടേസ്റ്റുമാണ്. മത്തിമുട്ട ഉടയാതെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മോൾക്കെല്ലാം ഇത് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടതാ മത്തിമുട്ടയൊന്നും ഒന്നും ഒടിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം എൻ്റെ ഈ സിമ്പിൾ റെസിപ്പി ഇഷ്ടപ്പെട്ട നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അതാ നമ്മുടെ മത്തിമുട്ട വരട്ടിയത് നല്ല കുട്ടപ്പനായി ഇരിക്കുന്നുണ്ടോ. അപ്പോൾ ഓക്കെ, ബൈ.